Okay, the first temple will be Golden Buddha Temple. The second one is Marble Temple. Okay, after that we continue to our lunch. Then in the afternoon we go to hotel for check-in. Okay, for check-in. After check-in you can take some rest, fresh up, and again continue to our dinner. Tonight we are going to have dinner on the cruise. Okay, we have dinner on the cruise. You will go along the river, Chao Phraya River, see our sightseeing from the cruise. You also will see King Palace. Okay, King Palace. This is the highlight. You will see from the cruise. It will take 2 hours to go around. Okay, you will see a lot of important temples. For example, Temple of Dawn or Wat Arun in Thai name. Okay, and you can enjoy dancing, eating your food. Okay, everyone, tonight you have to wear your best clothes, your most beautiful clothes. Okay, because it's your day tonight. You can dancing, you can romantics together. Okay. Okay. Another details I will explain you after breakfast. So right now you can take some nap. Okay, take some rest first. I will wake you up once we reach our breakfast area. Okay. Okay, thank you. Take your time. Thank you. Thank you. Thank you. അപ്പോൾ എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം. പേര് സൗരവ്, കോഴിക്കോട് ഗ്രീൻ വാസസിലെ ട്രാവൽ കൺസൾട്ടൻ്റാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ടൂർ മാനേജറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം, എന്താവശ്യമാണെങ്കിലും കോൺടാക്ട് ചെയ്യാം. എല്ലാ ടൈമും ഞാൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്ക്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഉയർന്ന ബിൽഡിങ്ങുകൾ. പള്ളികൾ കുറേ ഉണ്ട്. Wake up, please. Wake up. Now we are about to reach. No need to carry anything, okay? Your belongings, you can leave me on the bus. റെസ്റ്റോറൻറ്റിലെത്തി. ഓറിയൻ്റൽ കറീസ് ബ്രേക്ക്ഫാസ്റ്റ്. കല്ലാണോ ഈ സാധനം? കല്ലന്നല്ലേ? ആണ് തായ്ലൻഡ് ബസ് പറഞ്ഞ സംഗതി. സൂപ്പർ ബസ്സാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടോപ്പാണ്. കാരണം 2 ബസ് ഒന്നിച്ച് വന്ന് നിർത്തിക്കുന്നതനുസരിച്ച് സാധനം ഉണ്ടാക്കുന്നില്ല. 0 ഔട്ട് ഓഫ് 10. ദിവസം രാത്രി തന്നെ പറയും. ഓക്കെ, ദിവസം രാത്രി നമ്മൾ ഇന്ന ദിവസം ഇത്ര മണിക്ക് കഴിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇന്നതൊക്കെയാണ് പ്ലാൻ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ നമ്മൾ തലേദിവസം രാത്രി തരും. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തു. തായ്ലൻഡ് ടോട്ടൽ 495 days നമ്മൾ തായ്ലൻഡ് ഉണ്ടാവും. ബാങ്കോക്ക് 2 night, അതേപോലെ പട്ടായ 2 night. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സിറ്റി കേട്ടോ ബാങ്കോക്കും തായ്ലൻഡ് എന്നുള്ളത്. കറക്റ്റ്. അതിപ്പോൾ ഫാമിലീസിനാണെങ്കിലും അത് ബാച്ചിലേഴ്സിനാണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ബാങ്കോക്കിൽ. സഫാരി വേൾഡ്, മറൈൻ പാർക്ക്, അതേപോലെ കോറൽ ഐലൻഡ്, നൂംനൂച്ച്, അവിടുത്തെ ഓരോ ഷോസ് കാര്യങ്ങൾ, അതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ടൈമിംഗ് ആണ്.
നമുക്കറിയാം നമ്മൾ ടൂർ പോകുന്നവർക്കാണ് അവിടേക്ക് കുറച്ച് ടൈം കൂടുതൽ വേണം തോന്നും. പക്ഷെ നമുക്ക് ഒരു ഗ്രൂപ്പായി വന്നുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ കാരണം വേറെ ആൾ ബുദ്ധിമുട്ടാതെ മാക്സിമം ടൈമിന് നമ്മൾ എത്താൻ നോക്കുക. അപ്പോൾ അത്യാവശ്യം ടൈം എല്ലായിടത്തും നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നമ്മൾ തരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത സ്ഥലം മിസ്സാവും. അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ടൈമിങ് കറക്റ്റായിട്ട് നോക്കിയാൽ നമുക്ക് ആ ഒരു ടൈമിങ്ങിനുള്ള മാക്സിമം സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുക ചെയ്യാം. അപ്പോൾ അതെല്ലാം കണ്ടുപോകണമെങ്കിൽ നമ്മൾ ടൈമിങ് എന്തായാലും ഒന്ന് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ മോസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഹോട്ടലിൻ്റെ കാര്യങ്ങൾ, ഹോട്ടലിലെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ടോപ്പിൽ പൂളുണ്ട്. ഓക്കെ, റൂഫ് ടോപ്പ് പൂളുള്ള ഹോട്ടലാണ്, അത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് അവരുടെ ബെഡ് കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക, ചളിയാവാതെ നോക്കുക. എന്നുവെച്ചാൽ അതിന് ഫൈൻ വീഴും. നമ്മൾ പോകുന്ന ദിവസം നമ്മൾ കീ കാർഡ് കൊടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവർ അവർക്ക് അവരുടെ ചെക്കിങ് ഉണ്ടാവും. മൊത്തത്തിലുള്ള റൂം മൊത്തം അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർ അത് ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ചെളി പറഞ്ഞാൽ നമ്മൾ ഈ കറൊക്കെ ആക്കില്ലേ, അങ്ങനെയുള്ളൂ. ജസ്റ്റ് നമ്മൾ സാധാരണ മേലുള്ള ചെളി അതൊക്കെ ആവും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ കളറ് കാര്യങ്ങൾ, ലിപ്സ്റ്റിക് ഒക്കെ ശ്രദ്ധിക്കുക, അതുപോലെ സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ തന്നെയാണ് നമ്മളെന്തായാലും നമ്മളൊരു ഇപ്പോൾ 40 പേര്, ഞങ്ങളൊക്കെ കറക്റ്റ് 40 ആളുണ്ട്. നമ്മൾ മോശമൊക്കെ 40 ആളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ യാത്ര ഇപ്പോൾ ഇന്ന് തുടങ്ങി ഒരു 5 ദിവസം നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. Okay, you see on your left side, you will see temple. ഇപ്പോഴത്തെ രാജാവും പഴയ രാജാവും 9ഉം 10ഉം. നമ്മളെ ഗൈഡ് ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. ഞാൻ മുന്നില്
നമ്മൾ ഗോൾഡൻ ബുദ്ധ. നല്ല കാരികറിയാണ്. അൻപത്തിരണ്ട് ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്. വയസ്സനായ ബുദ്ധനൊക്കെ ഉണ്ടല്ലോ. എല്ലാ കാലത്തുണ്ട്. 52 ബുദ്ധ. ഞാൻ പിടിച്ചില്ല ഇതിൽ. മരമുള്ളത് അടി. കല്ലില നിക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്ഥലം കണ്ടിറങ്ങുകയാണ്. ഈ ടെമ്പിള് സൂപ്പറാണ്. ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ, അതാണ് ഇതിൻ്റെ പേര്. മഴക്കാറുണ്ട്. ഇവിടെ അതെ ഫോട്ടോ എടുക്കണേ. കംപ്ലീറ്റ് ഫോട്ടോ പോയിന്റാണ്. അല്ലല്ല ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ പുറത്താണിത്. നല്ലൊരു സ്ട്രക്ചറാണ്, സൂപ്പർ ടെമ്പിൾ. പക്ഷെ ഇതൊന്നും ഇതിൽ കണ്ടിട്ട് എന്താ സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു എഫക്റ്റ് തന്നെയാണ്.
ഈ അമ്പലം നിറച്ച് ബുദ്ധൻ്റെ സ്റ്റാച്യൂസാണ്. സ്റ്റാച്യൂകൾ ഇഷ്ടം പോലെ. ഇത് ചൈനീസ് ടെമ്പിളാണ്. നമ്മൾ ഗോൾഡൻ ടെമ്പിൾക്കാണ് ഞാൻ അപ്പുറം പോകുന്നത്. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. കാരണം അതിൻ്റെ കളറും കാര്യങ്ങളും കണ്ടില്ല. എന്താ അതിൻ്റെ രൂപത്തിൻ്റെ സ്റ്റൈല്. അതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാം. ആ കൊടി നോക്കിയാൽ മതി. Abi. Ya. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇനി അകത്ത് കയറിയാൽ പള്ളി ഫോട്ടോസ്. അതില അപ്പം ഇവിടെ അതിമ ചോട്ടാ.
ഇല്ല പോലെ ആ എവിടെ മോങ്കൾ മോങ്സ് കഴിക്കാൻ വന്നാണ് കുറച്ച് വഴുകി ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് അടിപൊളി ബിൽഡിങ്സ് ഉള്ള നമ്മളെ ബസ്സുള്ളവർ വരുന്നതാണ് സമയത്തിന് ചെറിയൊരു പ്രശ്നം പറ്റി ബ്ലോക്ക് കുടുങ്ങിക്കാണ്ട് അപ്പോൾ ഉച്ചക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല മായക്കുട്ടി ഡേയ്സാണ് ഇത് വില്ലേജ് ഫുഡ് നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പം തിരക്കില്ല അയ്യോ അവിടെയാണ് നമ്മളത് വന്നത് ഇവിടെയും ഫുള്ളാണ് ഹോട്ടലിൻ്റെ പേര് മാലക്കുടി ദ വില്ലേജ് ഫുഡ് ഉച്ചക്കത്തിൻ്റെ ലഞ്ചിൻ്റെ മെനൂസാണ് ചിക്കൻ കറി ആലൂൻ്റെ കറി പക്കോട റൈസ് ചപ്പാത്തി പപ്പടം സൂപ്പ് അച്ചാറ് തൈര് സാലഡ് ഇതാണ് ഡിന്നർ കോഴ്സുകൾ ഡിന്നർ ക്രോസിൻ്റെ അടുത്തുള്ള ഷോപ്പിംഗ് മാളിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒരു മണിക്കൂർ ഈ ഷോപ്പിംഗ് മാളിൽ ചെലവഴിച്ച ശേഷം പിന്നെ ഡിന്നർ ക്രോസ് ബാ. നെറ്റ് ആക്സസ് ഉണ്ടാവും പക്ഷെ ആർക്കും 7:20 sharp. Okay, 7:20 sharp. By that time it's very crowded. Okay, just come here. അതായത് ഇതിലാണ് ക്രോസ് പോകുന്നത്. ഇതിലാണ് Everyone, 7:20 sharp. Okay, you come back to this area. അല്ലുവിന് പറ്റിയിട്ടുണ്ടല്ലോ. നിന്ന ബാത്റൂമിലും ബില്ലൊക്കെ പോവാം നമുക്ക്.
ഒരു മോളുടെ വാഷ് ബേസിനാണ്, ബാത്റൂം. എന്താ വൃത്തി. മലേഷ്യക്ക് കട പിടിക്കും തായ്ലൻഡിലെ, അതിന്റെ അപ്പുറം വരും. ഇവരൊക്കെ നിസ്കരിച്ച് എല്ലാവരും വന്ന ആൾക്കാരെ ഞങ്ങൾക്ക് മാത്രം നിസ്കാരം നേരെ നിസ്കാരത്തിന് ആരും അല്ലെങ്കിൽ പോകില്ല. അപ്പോൾ പിയർ നമ്പർ 4 നമ്മളെ ക്രൂസ് പോകേണ്ടത്. അങ്ങോട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ മാള് ഒരു 1.5 മാളാണ്. കുട്ടികൾക്ക് വേണ്ടേ പറ്റിയ കുറേ ടോയ് ആണല്ലേ. അത് ശരി. ബാബാ നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതിനാണ് ആ കൊടി പിടിച്ചേക്കണേടി. രണ്ടു വന്നാണല്ലോ. ഷുഗർ ഭായി നമ്മളെ ഗോവ വൈബ് കിട്ടുമോ? കിട്ടണം. ദുബൈ മറീനൻ്റെ അതേ മാതിരി ഉണ്ട്, ഒരു വ്യത്യാസമില്ല.